ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കുറച്ച് ദിവസങ്ങളായി മാധ്യമങ്ങളിൽ ഒരു കുട്ടിയുടെ മരണത്തിനെ സംബന്ധിച്ചുള്ള വാർത്തകൾ വരുന്നുണ്ട്, സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. അത് ഞങ്ങളുടെ ഹോസ്പിറ്റലിന്റെ കാര്യമാണ്, മമൽ ഹോസ്പിറ്റൽ കാട്ടാക്കട. ആ ഹോസ്പിറ്റലിലെ മെഡിക്കൽ സൂപ്രണ്ടാണ് ഞാൻ. ഇപ്പോൾ ഒരു മരണം എന്ന് പറയുമ്പോൾ അത് ഭയങ്കരമായ വൈകാരികമായ വിഷയമാണ്. ആർക്കും ഞെട്ടലുണ്ടാക്കും, എല്ലാവരും പ്രതികരിക്കും, മാധ്യമങ്ങൾ അതേപറ്റി പറയും, സോഷ്യൽ മീഡിയയിലും പരക്കും, അതെല്ലാം ശരിയാണ്. ആ ഒരാൾ മരിക്കുമ്പോൾ ആ മരിച്ച വ്യക്തിയുടെ കുടുംബം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ മാനസികമായിട്ട് വിഷമിക്കുന്നത് ആ ചികിത്സിച്ച ഡോക്ടറാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ കുറ്റമുണ്ടോ ഇല്ലയോ എന്ന് ആരും തിരക്കുന്നു. മരിച്ചു കഴിയുമ്പോൾ പിന്നെ എന്തുകൊണ്ട് മരിച്ചു എന്നല്ല, മരിച്ചു, അത് സ്വാഭാവികമാണ്. നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ അങ്ങനെയാണ്. ഇപ്പൊ അങ്ങനെ ഒരു മരണം നടക്കുമ്പോൾ നമുക്ക് ആ കുടുംബത്തിനോട് ആൻസർ പറയണം. നമ്മുടെ മനസ്സിലും ഉണ്ടാവുന്ന വിഷമങ്ങൾ, പിന്നെ സമൂഹത്തിൽ നിന്നുള്ള പ്രതികരണം, കുറ്റം ഉണ്ടായാലും ഇല്ലെങ്കിലും ഇങ്ങനെ ഒരു ന്യൂസ് വന്നു കഴിയുമ്പോൾ ഇപ്പൊ നിങ്ങൾക്കെല്ലാം അറിയാം, പ്രതികരിക്കുന്നത് വാക്കിലൂടെ അല്ല, പ്രവൃത്തിയിലൂടെയാണ്. 100-500 പേര് ഇതിനെപ്പറ്റി ഒന്നും അറിയാത്തവർ, എന്താ സംഭവിച്ചതെന്ന് അറിയാത്തവർ കൂട്ടം കൂട്ടി വരും. ഞങ്ങൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടായി. അടിയും തടിയുമായിട്ട് ഹോസ്പിറ്റൽ അടിച്ചു പൊളിക്കാൻ വന്നു കുറച്ച് പോലീസുകാരുടെ സംരക്ഷണം. കാരണം ഇദ്ദേഹമാണ് കുട്ടിയെ പരിശോധിച്ച ഡോക്ടർ അരുൺ പീഡിയാട്രിഷ്യൻ. അദ്ദേഹം തലനാരിലേക്ക് രക്ഷപ്പെട്ടു. എല്ലാം കഴിഞ്ഞ് നമ്മൾ മിണ്ടിയില്ല. കാരണം ഒരു പ്രതികരണം വരുമ്പോൾ, സമൂഹം പ്രതികരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞാൽ ആരും ചെവിക്കൊള്ളുകയില്ല. ഞങ്ങളുടെ ഹോസ്പിറ്റൽ 2004 സ്ഥാപിതമാണ്, കാട്ടാക്കട മമൽ ഹോസ്പിറ്റൽ. അത് അധികം പൈസ ചെലവില്ലാതെ, പോക്കറ്റ് ഫ്രണ്ട്ലി എന്ന് പറയും, അധികം ബില്ല് വാങ്ങാതെ സാധാരണക്കാരെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ. എല്ലാ സ്പെഷ്യാലിറ്റിയും ഉണ്ട്, പീഡിയാട്രിക്സ്, ഗൈനക്കോളജി, സർജറി, അങ്ങനെ എല്ലാ വിഭാഗങ്ങളും അവിടെയുണ്ട്. 25-26 വർഷം പഴക്കമുള്ള എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടേഴ്സാണ്. ഞാൻ 45 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വിദേശത്തൊക്കെ വർക്ക് ചെയ്തിരുന്ന ഡോക്ടറാണ്. ഞാനാണ് അവിടുത്തെ മെഡിക്കൽ സൂപ്രണ്ട്. അദ്ദേഹം 25 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർ അരുൺ വാര്യർ, പീഡിയാട്രിഷ്യൻ. അദ്ദേഹം ഗവൺമെന്റ് സർവീസിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് ഹെൽത്ത് വേണ്ടിയിരുന്ന 45-50 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് ഡോക്ടർ സത്യനേശ്വരൻ, അഡീഷണൽ ഡയറക്ടർ. അദ്ദേഹം എമർജൻസി മെഡിസിനിൽ എക്സ്പീരിയൻസ് ആയ 1 വർഷത്തെ കോഴ്സ് കഴിഞ്ഞ് എമർജൻസി മെഡിസിനിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹമാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് അവിടെ എമർജൻസി സർവീസ് ആ കുട്ടിക്കുണ്ടായിരുന്നത്. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഒരിക്കലും ഒരു കുഞ്ഞിനെ എന്താ പറയാ, നെഗ്ലിജൻസ് എന്നുള്ളൊരു വാക്കിലേക്ക് പോകാൻ നമ്മൾ, കാരണം സ്വന്തം കുഞ്ഞിനെ പോലെ ഞങ്ങൾ നോക്കാറുണ്ട്. അപ്പോ ഇപ്പൊ സംഭവിച്ചതെന്ന് വെച്ചാൽ കുഞ്ഞിനെ കൊണ്ടുവന്നു, ആ വിഷയങ്ങളെല്ലാം ഞാൻ മെഡിക്കൽ സൂപ്രണ്ടാണ്, ഞാൻ ഇതിനകത്ത് ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ചെയ്ത ആളാണ്. അപ്പോ അതെന്താ സംഭവിച്ചെന്ന് ആദ്യം കണ്ടവരാണ്. എനിക്കാകെ പറയാനുള്ളത്, ന്യൂസ് വരും, ഓക്കെ, എല്ലാ മാധ്യമങ്ങളും പ്രശ്നം. പക്ഷെ ഈ ന്യൂസ് ഇത് കഴിഞ്ഞിട്ട് കുറച്ച് കേസുകളിലെങ്കിലും ഡോക്ടറെ സ്ഥലത്ത് തെറ്റില്ല എന്ന് തെളിഞ്ഞാൽ പോലും അത് സമൂഹം അറിയുന്നു. അത് നിങ്ങളും കൂടെ ഒന്ന് സഹകരിക്കണം. കാരണം കുറച്ച് കഴിയുമ്പോൾ ഇതിന്റെ എല്ലാ വിവരങ്ങളും പുറത്തു വരുമല്ലോ. വന്നു കഴിയുമ്പോൾ ഈ ഡോക്ടർ, അറ്റൻഡ് ചെയ്ത ഡോക്ടർ കുറ്റക്കാരനല്ല എന്ന് അറിയുമ്പോൾ അതും കൂടെ ഒന്ന് നിങ്ങൾ സമൂഹത്തെ അറിയിക്കണം എന്നുള്ള ഒരു വിനീതമായ അഭ്യർത്ഥന എന്റെ വശത്തുന്നുണ്ട്. ദയവ് ചെയ്ത് നിങ്ങളതൊന്ന് കൺസിഡർ ചെയ്യും. അത് എനിക്ക് പറയാനുള്ളൂ. ബാക്കി ആ വിഷയം സംബന്ധിച്ച് ആദ്യം കണ്ട ഡോക്ടർ ഇദ്ദേഹമാണ്, പിന്നെ എമർജൻസി സിറ്റുവേഷനിൽ കണ്ട ഡോക്ടർ അരുണാണ്. 9-ാം തീയതിയാണ് ഈ ഐഷ ഫാത്തിമ എന്നുള്ള 2 വയസ്സുകാരി ഈ ഓർലിട്ട് കഴിയുന്ന 2 കണ്ണിനും ചുറ്റും നീരും, പിന്നെ വെള്ളം ഒലിക്കും, പിന്നെ റെസ്പിറേറ്ററി ഡിസ്ട്രസുമായിട്ടാണ് വന്നത്. തക്കതായ ചികിത്സ നിശ്ചയിച്ചു, ഇൻവെസ്റ്റിഗേഷൻ പറഞ്ഞു, പക്ഷെ അത് ചികിത്സിച്ചില്ല. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, സാമ്പത്തിക കാരണമാകാം. പിന്നെ അതുകൊണ്ട് തന്നെ ഞാൻ SATക്ക് ഒന്ന് റെഫർ ചെയ്തു. കണ്ണിന് വേണ്ടി കണ്ണാശുപത്രിയിൽ നിന്ന് കാണിക്കാൻ പറഞ്ഞു. പിന്നെ അവര് അടുത്ത 2-3 ദിവസം ആശുപത്രിയിലേക്ക് വന്നില്ല. വന്നപ്പോൾ കണ്ടത് ഡോക്ടർ അരുൺ സാറാണ്. അരുൺ സാറ് ബാക്കി. എല്ലാ ബഹുമാനപ്പെട്ട മാധ്യമപ്രവർത്തകർക്കും എൻ്റെ നമസ്കാരം. പേര് ഡോക്ടർ അരുൺ വാര്യർ, അവിടുത്തെ പീഡിയാട്രീഷ്യനാണ്. 22-ാം തീയതി ഉച്ചയ്ക്ക് 11:30-ക്കാണ് ഈ കുഞ്ഞിനെ ആദ്യമായിട്ട് കാണുന്നത്. വന്നപ്പം പനി, ചുമ, ശ്വാസമുട്ടൽ, മുഖത്ത് നല്ല നീര്, തളർച്ച, ഈ 5 സിംറ്റംസുമായിട്ടാണ് വന്നത്. വന്ന ഉടനെ ഞാൻ പെട്ടെന്ന് പരിശോധിച്ചപ്പോഴേക്കും പനിയില്ലായിരുന്നു, പക്ഷേ നെഞ്ചിൽ മുഴുവൻ കഫമായിരുന്നു. ഞാൻ ഉടനെ തന്നെ കാഷ്വാലിറ്റിയിലോട്ട് വിട്ടു. അതിന് മുമ്പായിട്ട് ഞാൻ പെട്ടെന്നൊരു ഹിസ്റ്ററി എടുത്തപ്പം ഈ കുട്ടിക്ക് 18-ാം തീയതി ഇതേ 5 സിംറ്റംസുമായിട്ട് ഈ കുട്ടി അടുത്തുള്ള ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് 19-ാം തീയതി സത്യനേശ് സാറിനെ കാണിച്ചിട്ടുണ്ട്.
20-ാം തീയതി കാട്ടാക്കടയിലുള്ള പ്രൈവറ്റ് കണ്ണാശുപത്രി കാണിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ടുണ്ട് 22-ാം തീയതി. ഇത് പലയിടത്തും ഈ കുട്ടിയെ SITക്ക് റെഫർ ചെയ്തിട്ടുണ്ട്. ഇവർ പോയിട്ടില്ല. ഇത് ഞാൻ കാണുമ്പോൾ ഈ കുട്ടിക്ക് നല്ല ശ്വാസമുട്ടലാണ്. നേരെ കാഷ്വാലിറ്റിയിലോട്ട് വിട്ടു. കാഷ്വാലിറ്റിയിലോട്ട് വിട്ടിട്ട് ബ്യൂഡിക്കോർട്ട് എന്നുള്ളൊരു നെബുലൈസേഷൻ മാത്രമേ ഈ കുട്ടിക്ക്, ബ്യൂഡിക്കോർട്ട് നെബുലൈസേഷൻ. ആ നെബുലൈസേഷൻ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു സംഭവം പന്തിയല്ല, അച്ഛന് ഞാൻ റെഫറൻസ് ലെറ്റർ SITക്ക് എഴുതി. ഇത് കഴിഞ്ഞ് നെബുലൈസേഷൻ കഴിഞ്ഞ് ഏതാനും സെക്കൻഡ്സിനും കുട്ടി കൊളാപ്സ് ചെയ്യായിരുന്നു. കൊളാപ്സ് ചെയ്തപ്പം ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന ഞാൻ, ഡോക്ടർ അച്ചു, പിന്നെ എമർജൻസി മെഡിസിൻ്റെ ഡോക്ടർ, ഞങ്ങൾ 3 പേരും കൂടെ കുട്ടിയെ റിസസിറ്റേറ്റ് ചെയ്യുകയാണ്. CPR കൊടുത്തു, ഇൻറ്റുബേറ്റ് ചെയ്തു, ഇൻഡോട്രക്ടൽ ട്യൂബ് വഴി ബാഗ് ചെയ്തു, എന്നിട്ട് ക്യാനിലിട്ടിട്ട് അഡ്രിനാലിൻ എന്നുള്ള ഇഞ്ചക്ഷൻ ലൈഫ് സേവിങ് ആയിട്ട് കൊടുത്തു. ഈ അഡ്രിനാലിൻ എന്നുള്ള ഇഞ്ചക്ഷൻ കൊടുത്തത് കൊളാപ്സ് ചെയ്തതിന് ശേഷമാണ്, അതിന് മുമ്പല്ല കൊടുത്തത്. അല്ലാതെ വേറെ ഒരു ഇഞ്ചക്ഷൻ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ കൊടുത്തു. എന്നിട്ട് ഒരു 20 മിനിറ്റ്സിനൊക്കെ ഞങ്ങൾ ആംബുലൻസിൽ കയറ്റി. ആംബുലൻസിൽ ഞാനും എമർജൻസി ഫിസിഷ്യൻ ഡോക്ടറും സിസ്റ്ററും ഉണ്ടായിരുന്നു. ഇത് കൂടാതെ അവരുടെ ഒരു ബൈസ്റ്റാൻഡർ അമ്മമ്മയും കൂടെ കയറി. എന്നിട്ട് തൊട്ടടുത്തുള്ള SITയിലോട്ട് പോയാൽ എത്തൂല എന്നൊരു സംശയം തോന്നിയുണ്ട്. SITക്ക് അടുത്ത് മമലിയിൽ നിന്ന് കുറച്ച് ദൂരം അപ്പുറത്ത് മറ്റൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലോട്ട് കുഞ്ഞിനെ കൊണ്ടുപോയി. ഞാനും ആംബുലൻസിലുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോഴത്തേക്കും ഫീബിൾ പൾസ് ഉണ്ടായിരുന്നു. പക്ഷേ അവരും അവരുടെ മാക്സിമം ട്രൈ ചെയ്തു. പക്ഷെ കുഞ്ഞ് മരണപ്പെടുകയാണ് ചെയ്തത്. ഇതാണ് സംഭവം നടന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ബ്ലഡ് നോക്കിയായിരുന്നു. ഇത്രയും ഷോർട്ട് സമയത്തിനിടയ്ക്ക് ബ്ലഡ് നോക്കിയപ്പോഴത്തേക്കും കൗണ്ട് 15,000 ആയിരുന്നു. 15,000 കൗണ്ട് എന്ന് പറഞ്ഞാൽ ടോട്ടൽ കൗണ്ട്. നല്ല ഇൻഫെക്ഷനാണ് കാണിക്കുന്നത്. ബാക്കിയുള്ള മുഖത്തുള്ള റീനൽ ഫംഗ്ഷൻ, കിഡ്നിയുടെ ഫംഗ്ഷൻ ടെസ്റ്റൊക്കെ ചെയ്തിരുന്നു. അതൊക്കെ നോർമലായിരുന്നു. ഈ ബ്ലഡിന് വേണ്ടി സിസ്റ്റർ പിക്ക് ചെയ്തപ്പം കുട്ടിക്ക് ഒരു കരച്ചിൽ പോലും ഇല്ലായിരുന്നു. അത്രയ്ക്ക് സിക്കായിരുന്നു. ഇതാണ് എനിക്ക് പറയാനുള്ളത്. എന്നിട്ട് ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കി എമർജൻസി ഫിസിഷ്യൻ്റെ ഭാഗത്തായിട്ട് കാഷ്വാലിറ്റിയും കൂടെ അയച്ചു. നമസ്കാരം. വളരെ സങ്കടത്തോടു കൂടിയാണ് കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യേണ്ടി വരുന്നത്. കാരണം നിങ്ങൾ വളരെ സത്യസന്ധമായിട്ട് ഞങ്ങൾ പഠിച്ച സയൻസ് പെട്ടെന്നൊരു സാഹചര്യത്തിൽ ഒരു മില്ലി സെക്കൻഡിന്റെ പോലും വ്യത്യാസം ഉണ്ടാകരുതെന്നുള്ള രീതിയിൽ വളരെ ഏറ്റവും കൂടുതൽ ടെൻഷനോടുകൂടെ ഞങ്ങൾ എല്ലാവരും വളരെ ടീമായിട്ട് എഫേർട്ട് എടുത്ത് ചികിത്സിച്ച ഒരു കാര്യത്തിൽ ഇത്രത്തോളം നെഗറ്റീവായിട്ട് അത് സമൂഹത്തിൽ വ്യാപരിച്ചു എന്നുള്ളതും അത് നമ്മുടെ ആരോഗ്യ മേഖലയിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ സാക്ഷരത കേരളത്തിൽ തന്നെ അത് ദൂരവ്യാപകമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തക്ക രീതിയിലുള്ള ഒരു കാര്യങ്ങളാണ് കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. കാരണം പിന്നീട് കുറെ വർഷം കഴിയുമ്പോൾ ആൾക്കാർക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ പേടി, ശ്വാസം മുട്ടലിന് ഇഞ്ചക്ഷൻ എന്തിനെടുക്കണം, എല്ലാ ഇഞ്ചക്ഷനും ടെസ്റ്റ് ആവശ്യമുണ്ടോ, ഇഞ്ചക്ഷൻ ടെസ്റ്റ് ആവശ്യമില്ലാതെ എടുക്കാൻ പറ്റുന്ന ഇഞ്ചക്ഷൻ ഏതൊക്കെയാണ്, ഇങ്ങനെയുള്ള വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഐഡിയാസ് സമൂഹത്തിൽ എപ്പോഴും ഉണ്ടാവണം. അതൊക്കെ വളരെ ഇത്തരം ന്യൂസ്, ഈ പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ ഉണ്ടായ ന്യൂസ് ഇതിനൊക്കെ വളരെ നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിൽ സമൂഹത്തിനെ ബാധിക്കുന്നുണ്ട്. അത് ദൂരവ്യാപകമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. എന്തായാലും ഇത് ഇപ്പോഴത്തെ നമ്മുടെ കാര്യത്തിൽ 2-3 അലിഗേഷൻസ് ക്ലിയറൻസ് മാത്രമേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതിൽ ഒന്നാമത്തത്, ഇഞ്ചക്ഷൻ കൊടുത്തതിന് ശേഷം കുഞ്ഞിന്റെ മുഖം കോടിപ്പോയി ഉടനെ കുഞ്ഞ് കൊളാപ്സ് ആയി എന്നുള്ള ഒരു കാര്യമാണ് കുഞ്ഞിന്റെ മാതാപിതാവിന്റെ സൈഡിൽ നിന്നും ഉണ്ടായത്. ഇതൊരു ആവി കൊടുക്കുന്ന നെബുലൈസേഷൻ കൊടുക്കുന്ന സമയത്ത് കാഷ്വാലിറ്റി ICU വെച്ചിട്ടാണ് കൊടുക്കുന്നത്. കാഷ്വാലിറ്റി ICU ഞാനും കാഷ്വാലിറ്റി അമ്മയായിട്ട് ഞാനും എമർജൻസി ഫിസിഷ്യനും വേറൊരു പേഷ്യന്റിനെ നോക്കുകയും ഓൾറെഡി ഓൺ ടൈമിൽ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ തൊട്ട് മുമ്പ് വെച്ചിട്ടാണ് ആ നെബുലൈസേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നെബുലൈസേഷന് കൂടെ സാർ ഒരു ഇഞ്ചക്ഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു, ആശ്വാസം മുട്ടുന്ന ഇഞ്ചക്ഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അത് അവർ വാങ്ങി തന്നു എന്നുള്ളത് ശരിയാണ്. ഒരു ഫാർമസിയിൽ ആ ഇഞ്ചക്ഷൻ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരുടെ മുമ്പിൽ വെച്ചാണ്, അതായത് കുഞ്ഞിന്റെ അമ്മയുടെ മടിയിലാണ് കുഞ്ഞിരിക്കുന്നത്. മടിയിൽ കൊച്ചിന്റെ അച്ഛൻ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട്, കയ്യിൽ ക്യാനുല നോക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് ഈ വെയിനിലെടുക്കുന്ന ഇഞ്ചക്ഷൻ ക്യാനുല ഇല്ലാതെ കുഞ്ഞിന് എങ്ങനെയായാലും കൊടുക്കാൻ കഴിയില്ല. ക്യാനുല വഴിയാണ് നമ്മൾ വെയിനിലുള്ള ഇഞ്ചക്ഷൻ കൊടുക്കുന്നത്. വാങ്ങി തന്നു എന്നുള്ളത് ശരിയാണ്, പക്ഷെ ആ കുഞ്ഞിന് വെയിൻ കിട്ടുന്നില്ല. അത്രത്തോളം ഡീഹൈഡ്രേറ്റഡ് ആണ് കുഞ്ഞ്, അത്രത്തോളം സിക്കാണ്. ഓൾറെഡി നേരത്തെ പറഞ്ഞ പോലെ ബ്ലഡ് എടുത്തപ്പോൾ കുഞ്ഞ് കരഞ്ഞിട്ടില്ല. അത്രത്തോളം സിക്കായി കുഞ്ഞിന് ഒരു പ്രാവശ്യം ഒരു കയ്യിൽ അറ്റംപ്റ്റ് ചെയ്തു, നേഴ്സ് അറ്റംപ്റ്റ് ചെയ്തു, കിട്ടിയില്ല. മറ്റേ കയ്യിൽ അറ്റംപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞ് കൊളാപ്സ് ആവുന്നത്. ഞങ്ങളുടെ തൊട്ട് മുമ്പ് വെച്ചാണ് കൊളാപ്സ് എന്ന ആ സെക്കൻഡിൽ തന്നെ അവരെ മാറ്റി ഞങ്ങളുടേതായിട്ടുള്ള എല്ലാ പ്രോട്ടോകോൾ വൈസ് എല്ലാ റെസിസ്റ്റേഷനും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് അതിനാലും കൊടുക്കാൻ പോലും ഞങ്ങൾക്ക് പെട്ടെന്ന് ക്യാൻഡിൽ ഇല്ലാത്തതുകൊണ്ട് അതും വെയിനിൽ കൊടുക്കുന്ന ഇഞ്ചക്ഷനാണ്. അത് കൊടുക്കാൻ പോലും പെട്ടെന്ന് ക്യാൻഡിലൊന്നും കിട്ടിയിട്ടില്ല. ഞങ്ങൾ അവിടുത്തെ ഹെഡ് നേഴ്സും ബാക്കി എല്ലാ എമർജൻസി ടീമും നമ്മൾ കോഡബിൾ വിളിച്ച് എല്ലാവരും എത്തിയതിനു ശേഷം ആണ് ഞങ്ങൾക്ക് സീനിയർ സിസ്റ്റർ ക്യാനിൽ ഇട്ടതിന് ശേഷം അഡ്രിനാലിൻ പോലും കൊടുക്കുന്നത്. ഈ ലൈസിയും റിക്കവറായ അഡ്രിനാലിൻ കൊടുക്കുന്നത് പോലും പിന്നീടാണ്, ഈ വെയിൻ കിട്ടിയതിന് ശേഷമാണ്.
അതിലൊന്നും ഒരു ഡിലേ വന്നിട്ടില്ല എങ്കിൽ പോലും ആ കുഞ്ഞിന്റെ പിതാവ് പറഞ്ഞത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഇഞ്ചക്ഷൻ എടുത്ത ഉടനെ പോയിപ്പോയി. അങ്ങനെ ഒരു ഇഞ്ചക്ഷൻ എടുക്കാനുള്ള ക്യാനുല പോലും കുഞ്ഞിന്റെ കയ്യിലില്ല. ഇതെല്ലാം ഞങ്ങളുടെ സൈഡിൽ എല്ലാത്തിനും തെളിവുകളുണ്ട്. CCTV ബാക്കി എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ഉണ്ട്. പക്ഷേ എങ്കിലും മാധ്യമത്തിൽ ഇത്രത്തോളം നെഗറ്റീവായിട്ടൊരു കാര്യം സ്പ്രെഡായ സ്ഥിതിക്ക് അതിനുള്ള ക്ലാരിറ്റി മാത്രമാണ് പറയുന്നത്. രണ്ടാമതൊരു കാര്യം, അവരുടെ പാരന്റിനെ ആംബുലൻസിൽ കൊണ്ടുപോയില്ല എന്നുള്ളത് ഓൾറെഡി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഉമ്മ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അതിലുപരി ഇത് കൊണ്ടുപോകാതെ നിങ്ങൾ തന്നെ വളരെ രീതിയിൽ ചിന്തിച്ചാൽ മനസ്സിലാവും. പിന്നെ ഒരു ഡോക്ടർ ഓൾറെഡി ആംബ് ചെയ്തുകൊണ്ടിരിക്കുന്ന എയർ ഇത് കഫഡ് അല്ലാത്ത എയർ ET ട്യൂബാണ് ഞങ്ങൾക്ക് ഇടാൻ പറ്റിയത്. അപ്പൊ കഫഡ് അല്ലാത്ത ET ട്യൂബ് അവിടെ നിന്ന് പൊസിഷൻ മാറിക്കഴിഞ്ഞാൽ നേരെ ആമാശയത്തിലോട്ട് പോകും. നമ്മൾ ഈ കൊടുക്കുന്ന ഓക്സിജൻ എല്ലാം ആമാശയത്തിലോട്ട് പോകും, ശ്വാസകോശത്തിൽ പോകാതെ. അപ്പൊ അത് ഫിക്സ് ചെയ്ത് പിടിക്കാനും അത് ആംബ് ചെയ്യാനും വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള ഡോക്ടർ വേണം. അതുപോലെ CPR കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് അവിടെ വെച്ച് ഒരു പ്രാവശ്യം റോസ്റ്റ് കിട്ടി, കുഞ്ഞിന് പൾസ് കിട്ടി. റോസ്റ്റ് കിട്ടിയിട്ടാണ് ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്യുന്നത്. പിന്നെ വീണ്ടും 2 അറസ്റ്റ് പോയപ്പോഴാണ് ഈ CPR കൊടുത്ത് ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്യുന്നത്. ട്യൂബ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ വെന്റിലേറ്റർ കണക്ട് ചെയ്യണം. ഞങ്ങളുടെ ഹോസ്പിറ്റൽ പീഡിയാട്രിക് ICU ഇല്ല, പീഡിയാട്രിക് വെന്റിലേറ്റർ സൗകര്യങ്ങൾ ബാക്കി കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് ഞങ്ങൾ ഏറ്റവും അടുത്തുള്ള വെന്റിലേറ്റർ സഹായം പീഡിയാട്രിക് ICU ഉള്ളിടത്തോട്ട് ഷിഫ്റ്റ് ചെയ്യണം എന്ന ഉദ്ദേശത്തോടെയാണ് ആംബുലൻസിൽ കയറുന്നത്. ഇത് ഓൾറെഡി കുഞ്ഞിന്റെ രക്ഷിതാക്കളെ അറിയിച്ചിട്ടുണ്ട്. കുഞ്ഞിന്റെ ഹാർട്ട് റേറ്റ് ഇങ്ങനെ അറസ്റ്റിൽ പോയി ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് തന്നെയാണ്. അതിലൊരാൾ തന്നെയാണ് ഞങ്ങളുടെ അടുത്തുള്ള ഈ ഹോസ്പിറ്റൽ പേര് സജസ്റ്റ് ഞങ്ങൾക്ക് അങ്ങോട്ട് തന്നെ പോയി ഏറ്റവും അടുത്ത ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞതും അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത്. അതുപോലെ ഈ 2 ഡോക്ടേഴ്സിന്റെ ആവശ്യകത നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കി. ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അവരെല്ലാവരും ഒഴിവാക്കിയിട്ട് പിതാവിനെയും മാതാവിനെയും കുഞ്ഞിനെയും ആയിട്ട് എങ്ങനെ നമുക്ക് വിടാൻ പറ്റുമെന്ന് നിങ്ങൾ തന്നെ വളരെ കോമൺ സെൻസ് മനസ്സിലാവുന്ന കാര്യമാണ്. പിന്നെയുള്ളത് ഈ 2 കാര്യങ്ങൾ വളരെ മെയിൻ ആയിട്ട് ന്യൂസിൽ സ്പ്രെഡായി. ബാക്കി പല കാര്യങ്ങളിലുള്ള ക്ലിയറൻസ് എല്ലാം ഞങ്ങൾ പോലീസിനോടും ബാക്കിയെല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വളരെ ദയവ് ചെയ്ത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, ആരോഗ്യ മേഖല മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാവാം, പ്രശ്നങ്ങളില്ല എന്നൊന്നും ഒരിക്കലും പറയുന്നില്ല, അതൊക്കെ ഉണ്ടാവും. പക്ഷെ അതിലുപരി ഇങ്ങനെയുള്ള ന്യൂസ് വളരെ സെൻസേഷൻ ആക്കി അതിനെ വളരെ രീതിയിൽ നെഗറ്റീവായിട്ടൊരു ഇമ്പാക്ട് ദയവ് ചെയ്ത് ഉണ്ടാക്കരുത്. ശ്വാസം മുട്ടലായിട്ട് നിങ്ങളും നിങ്ങളുടെ പാരന്റ്സും അല്ലെങ്കിൽ നമ്മളൊക്കെ തന്നെ ഒരു ആക്സിഡന്റ് ആയിട്ടോ ശ്വാസം മുട്ടലായിട്ടൊക്കെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഏതൊക്കെ ഇഞ്ചക്ഷൻ ടെസ്റ്റ് വേണം, ഏതൊക്കെ ഇഞ്ചക്ഷൻ ടെസ്റ്റ് ഇടാതെ എടുക്കണം, അല്ലെങ്കിൽ ഏതൊക്കെ എമർജൻസി ആയിട്ട് എടുക്കണം എന്നാൽ ഇതെല്ലാം വളരെ പ്രോട്ടോകോൾ ബേസ്ഡ് ആണ് എല്ലാ ഹോസ്പിറ്റലും ട്രീറ്റ് ചെയ്യാറ്. അതിനൊക്കെ ഒരു മിനിമം ഐഡിയ വേണം. അല്ലാതെ ഒരു സൈഡ് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവരുടെ സൈഡ് മാത്രം കേട്ട് വളരെ വൈകാരികമായി അതിനെ ഏറ്റവും റീച്ച് എത്തിച്ചിട്ട് അതിലൂടെ വളരെ ലാഭം ഉണ്ടാക്കുന്നതൊക്കെ വളരെ ഇതായിട്ടുള്ള കാര്യമാണ്, പ്രത്യേകിച്ച് ആരോഗ്യ മേഖല. കാരണം നമ്മളൊക്കെയും വാക്സിൻ എടുത്ത്, നിങ്ങളെല്ലാം ഇരിക്കുന്ന എല്ലാവരും വാക്സിൻ എടുത്ത് സമൂഹത്തിൽ നമ്മളെല്ലാം പല രോഗങ്ങളെയും തരണം ചെയ്ത് എത്തിയവരാണ്. അപ്പൊ അതിനെപ്പറ്റി നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഒരു ഇഞ്ചക്ഷൻ എടുക്കാതെയോ അല്ലെങ്കിൽ ലൈഫ് സേവിംഗ് ഇനി ഡോക്ടേഴ്സും ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ഒരു കാര്യം ഇതാണ്, വളരെ ഡിഫെൻസീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കാര്യം. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ തന്നെ ചിലപ്പോൾ പറയും, എന്റെ അമ്മയ്ക്കോ എന്റെ അച്ഛനോ മരിക്കുന്നതിന് മുമ്പ് ഒരു വേദനയുടെ ഇഞ്ചക്ഷൻ എങ്കിലും എടുത്തിരുന്നെങ്കിൽ അത് ടെസ്റ്റ് ഇടാൻ വേണ്ടി ഡോക്ടർ സമയം വെയിറ്റ് ചെയ്തു 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇഞ്ചക്ഷൻ എടുക്കുന്നതിന് മുമ്പേ അവർ മരിച്ച വേദന ഇല്ലാതെങ്കിൽ അവർ മരണത്തിലോട്ട് മരിക്കാൻ പറ്റിയേനെ എന്നുള്ള തോന്നലുകൾ നിങ്ങളുടെ പല എക്സ്പീരിയൻസും ഇനിയും ഉണ്ടാവും. അപ്പൊ കാഷ്വാലിറ്റിയിലെ വളരെ വളരെ ഒരു മില്ലി സെക്കൻഡ്, ഏറ്റവും കൂടുതൽ 30 മിനിറ്റിനുള്ളിൽ തന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് പേഷ്യന്റിനെ അടുത്ത ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോൾ തന്നെ കുഞ്ഞിന് വീണ്ടും റോക്ക് അവിടെ നിന്ന് പൾസ് ഉണ്ടായിരുന്നു, കുഞ്ഞിന് കൈ മൂവ് ചെയ്ത് റിഫ്ലക്ഷൻ ഉണ്ടായിരുന്നു, പ്യൂപ്പിൾ റിയാക്റ്റീവ് ആയിരുന്നു. അവരവിടെ നിന്ന് വളരെ ABG തുടങ്ങിയ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ടെസ്റ്റ് എക്സ്റേ ഇങ്ങനെ ടെസ്റ്റുകളെല്ലാം ചെയ്തിട്ടുണ്ട്. തുടർന്ന് അവിടെ നിന്ന് 2ാമത്തെ കാർഡിയക് അറസ്റ്റിലാണ് കുഞ്ഞിന് മരണം സംഭവിക്കുന്നത്. വളരെ ദൗർഭാഗ്യമായിട്ടുള്ള കാര്യമാണ്. ഇത് ഓൾറെഡി ക്രോണിക് ആയിട്ട് ഈ കണ്ടീഷനെ വളരെ വേഴ്സനായിട്ട് നമ്മുടെ സൈഡിൽ എത്തിയതുകൊണ്ട് മാത്രമാണ് നമുക്ക് അതിനെ കുഞ്ഞിനെ എത്രയും തിരിച്ച് ലൈഫായിട്ട് കൊണ്ടുവരാൻ കഴിയാതെ പോയത്. അല്ലാതെ ഈ മീഡിയയിൽ ഇപ്പൊ നിങ്ങൾ അറിഞ്ഞ ന്യൂസുകളിലൊക്കെയും ഉള്ള സത്യസന്ധത നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ അലിഗേഷൻസ് ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള ഈ ഒരു കാര്യത്തിലുള്ള ക്ലിയറൻസും കൂടെ നിങ്ങൾ ബാക്കി ജനങ്ങളിലേക്ക് എത്തിക്കാം എന്നൂടെ അഭ്യർത്ഥിക്കുന്നു. ഡോക്ടർ ശിവകുമാരി, നമ്മുടെ കുഞ്ഞു ഡോക്ടർ വൈകാരികമായിട്ട് പ്രതികരിച്ചതിൽ എല്ലാവരും ക്ഷമിക്കണം. കാരണം പുള്ളിയാണ് ഏറ്റവും കൂടുതൽ മനോവേദന അനുഭവിച്ച ആള്. പുള്ളിയെ തല്ലാനും ഞാൻ പറയുന്നില്ല, വളരെ വളരെ ഹാർഡായിട്ടുള്ള സിറ്റുവേഷൻ ഫേസ് ചെയ്തു. പക്ഷെ പുള്ളിയുടെ മനസ്സിലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ പുള്ളി തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള മനസ്സിലുണ്ടാവുമ്പം നമുക്ക് വിഷമം വരും. ചെയ്യാനുള്ള എല്ലാം ചെയ്തു. കുട്ടിയോടിന് ട്യൂബിടുക എന്നൊക്കെ വെച്ചാൽ വളരെ പ്രയാസമുള്ള കാര്യമാണ്. അത് അവർ വളരെ എഫിഷ്യന്റ് ആയിട്ട് ചെയ്യുകയും മാക്സിമം കുഞ്ഞിനെ നമുക്ക് ഒക്കുന്നതല്ലേ ഡോക്ടർ എന്ന് പറയുന്ന ഒരു മനുഷ്യന് ചെയ്യാവുന്ന എല്ലാം ചെയ്തു. നമുക്ക് നമ്മുടെ ഹോസ്പിറ്റലിൽ ഞാൻ പറഞ്ഞല്ലോ, മൾട്ടി സ്പെഷ്യാലിറ്റി ആണെങ്കിലും സൂപ്പർ സ്പെഷ്യാലിറ്റി അല്ല. അപ്പൊ ചില കാര്യങ്ങളൊന്നും നമുക്കില്ല. അപ്പൊ പീഡിയാട്രിക് വെന്റിലേറ്റർ ഒക്കെ വളരെ എക്സ്പെൻസീവ് ആണ്. നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യന്റ് അതൊന്നും താങ്ങാൻ പറ്റുന്നവരല്ല. നമ്മൾ എന്തെങ്കിലും വയ്ക്കാന്ന് പറഞ്ഞാൽ വേണ്ട, ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ പൊക്കോളാം എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ്.
അപ്പൊ ആ ഫെസിലിറ്റി തൊട്ടടുത്ത പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഇന്റിബേറ്റ് ചെയ്ത് പെട്ടെന്ന് കുട്ടിയെ ട്രാൻസ്ഫർ ചെയ്യുവേ. പിന്നെ ഡോക്ടർ പറഞ്ഞതുപോലെ എല്ലാ ബൈസ്റ്റാൻഡേഴ്സിനെയും കയറ്റാൻ ഒക്കത്തില്ല. കുഞ്ഞിനെ എപ്പോഴും പിടിച്ചോണ്ടിരുന്നത് അമ്മൂമ്മയാണ്. ആ അമ്മൂമ്മയോട് പറഞ്ഞ് സീരിയസ് ആണ്, ഞങ്ങൾ കൊണ്ടുപോകാൻ, നിങ്ങൾ പുറകെ വന്ന് അമ്മൂമ്മ അകത്ത് കയറി. അമ്മൂമ്മയുടെ മടിയിൽ ആണ് കുഞ്ഞി. ഈ 2 ഡോക്ടർമാരും ഒരു നേഴ്സും ഉണ്ട്. ഇവര് 3 പേര് കുഞ്ഞിനെ സപ്പോർട്ട് ചെയ്ത് പിടിച്ച് കൊണ്ട് അവിടെ കൊണ്ടെത്തിച്ചു. ഫീബിൾ പൾസാണ്, കുഞ്ഞ് രക്ഷപ്പെടത്തില്ല എന്നുള്ള ബോധം അവർക്കുണ്ട്. പക്ഷെ ചിലപ്പോ വെന്റിലേറ്ററിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞ് രക്ഷപ്പെട്ടാലോ, നമ്മൾ മരിക്കുന്ന ഒരു ചെറിയ പൾസ് ഉള്ളത് വരെയും നമ്മൾ അതിനെ രക്ഷിച്ചെടുക്കാമോ എന്നുള്ളതാണ് നമ്മുടെ മനസ്സിൽ. അവിടെ ചെന്നപ്പോ ചെറിയ ജീവൻ ഉണ്ടായിരുന്നു. ഡോക്ടർ കണ്ട ഡോക്ടർക്ക് അത് വളരെ വളരെ ബുദ്ധിമുട്ടായതുകൊണ്ടാണ്. ക്ഷമിക്കണം, എന്തെങ്കിലും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് കാര്യമായിട്ട് എടുക്കരുത്. നമ്മളെ മക്കളും ഒക്കെ ഡോക്ടർമാരുള്ളവരായിരിക്കും നിങ്ങളെ കൂടി ഇരിക്കുന്നത്. നമുക്ക് പലപ്പോഴും നമുക്ക് ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ സീരിയസ് പേഷ്യന്റ് എടുത്താൽ കൊണ്ടുപോക്കോ എന്ന് പറയാനും നമുക്ക് പറ്റില്ല. കാരണം ചിലപ്പോൾ ഫസ്റ്റ് എയ്ഡ് കൊടുത്താൽ ഈ കുഞ്ഞ് അല്ലെങ്കിൽ ഒരു വലിയ ആളാണ് രക്ഷപ്പെട്ടാലോ. പക്ഷെ അത് ചിലപ്പോൾ ഞങ്ങൾക്ക് തന്നെ ബാധ ആവാറുണ്ട്. കാരണം നമ്മൾ കൊടുക്കുന്ന എന്താ, മരുന്ന് കൊടുക്കാൻ പറ്റില്ലല്ലോ, ഇഞ്ചക്ഷനല്ലേ കൊടുക്കാൻ പറ്റും. ഈ പറഞ്ഞ സ്റ്റീറോയിഡോ അല്ലെങ്കിൽ അതൊക്കെയാണ് ലൈഫ് സേവിങ് ഡ്രഗ്സ്. അത് കൊടുത്തു കഴിഞ്ഞ് മരണപ്പെടുമ്പോൾ പറയണത് എന്താണ്, ചൊവ്വേ വന്നതാണ്, ജീവൻ ഉണ്ടായിരുന്നു, ഇഞ്ചക്ഷൻ കൊടുത്ത് അവർ കൊന്നു. പക്ഷെ അത് കേൾക്കുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടാകും. പക്ഷെ ന്യായീകരിക്കാനോ നമ്മുടെ സൈഡിൽ നിൽക്കാനോ ആരും കാണത്തില്ല. ഒരു മരണം എന്ന് കഴിയുമ്പം സമൂഹമേ നമുക്കെതിരാവും. അത് എന്ത് തെറ്റ് ചെയ്തോ ഇല്ലയോ ഇതൊന്നും ആരും തിരക്കില്ല. അതാണ് പുള്ളി പ്രതീതി. പുള്ളി ഒരുപാട് മാനസിക സംഘർഷം അനുഭവിച്ചിട്ടിരിക്കുന്ന ഒരാളാണ്. എല്ലാരും വിളിച്ച് നിങ്ങൾ കൊന്നു, കൊലപാതകി, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ കയ്യിൽ തെറ്റില്ലെങ്കിൽ നമുക്ക് വിഷമം വരും. നമ്മളെ തെറ്റുണ്ടെങ്കിൽ നമുക്കൊന്നും തോന്നില്ല. ശരിയാ, നമുക്ക് മനസ്സിൽ തോന്നും നമ്മൾ. പിന്നെ ഇതിന്റെ റിപ്പോർട്ട് എടുക്കുമ്പോൾ കുഞ്ഞിന് ഡബിൾ ന്യൂമോണിയ ആയിരുന്നു. ഇതിന്റെ 2 ലങ്സ് നശിച്ചു. എന്തോ ബുദ്ധിമോശം കൊണ്ടോ സാമ്പത്തിക എന്താണെന്ന് അറിയില്ല. നമ്മുടെ ആശുപത്രിയിൽ പൈസ ഇല്ലെന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ അന്ന് തന്നെ ചെയ്തു കൊടുക്കും. നമ്മുടെ ആശുപത്രിയിൽ ഞങ്ങളുടെ മുതലാളി വളരെ വളരെ ചാരിറ്റി ചെയ്യുന്ന ഒരാളാണ്. ഒത്തിരി പേഷ്യൻസ് 10,000 രൂപ ബില്ല് ആകുമ്പോൾ സാറ് 5,000 ഉള്ളൂ എന്ന് പറഞ്ഞ് മേശപ്പുറത്ത് വെച്ച് പോകുന്ന ഒരു ഹോസ്പിറ്റൽ. അതുകൊണ്ടാണ് പല ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ഒക്കെ ചുറ്റുപാടും നടന്നിട്ട് ഞങ്ങളുടെ ആശുപത്രിയിൽ വരുന്നത്. കടകൊടുക്കും ഇറങ്ങി പോക്കും ഒക്കെ സർവ്വസാധാരണമാണ്. ഇപ്പൊ ഡോക്ടർ ഫസ്റ്റ് ഡേ കണ്ടപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ പറഞ്ഞു. അവരങ്ങ് പോയി. പക്ഷേ ഡോക്ടറോട് വന്ന് തിരിച്ചു വന്ന് ഞങ്ങളുടെ പൈസ ഇല്ലെന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യാൻ പറഞ്ഞു. ഇത് അത് പറഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് 22-ാം തീയതി ഉച്ചയ്ക്ക് 11:50-നാണ്. അന്നേരം ഇവർ ചെയ്തതെന്ന് വെച്ചാൽ ഈ ഡോക്ടർ എഴുതി കൊടുത്ത ആ ഇൻവെസ്റ്റിഗേഷൻ, ബ്ലഡിന്റെ യൂറിന്റെ ഇൻവെസ്റ്റിഗേഷൻ, അവർ നേരെ ഡോക്ടറെ കാണാതെ നേരെ ലാബിൽ പോയി ബ്ലഡും യൂറിനും വീട്ടിൽ നിന്ന് മൂത്രം കൊണ്ടുവന്നാണെന്നാണ് ലാബിലെ കുട്ടി പറഞ്ഞത്. ഈ റിസൾട്ട് ഈ ലാബിൽ കുത്താൻ നേരം ഈ കുഞ്ഞ് കൈ വലിക്കുന്നതോ കരയുന്നതോ ഇല്ല. അപ്പൊ ലാബിലെ കുട്ടി വിളിച്ചു എന്റെ അടുത്തും പറഞ്ഞു കുഞ്ഞ് കൈ അനക്കത്തില്ല. അത് 2-3 ദിവസമായിട്ട് അവർക്ക് ഭയങ്കര ക്ഷീണമാണ്, ഫുഡ് കഴിക്കുന്നില്ല. എന്നാണ് അമ്മൂമ്മയാണ് ഈ കുഞ്ഞിനെ കൊണ്ടു നടക്കുന്നത്. ആ റിസൾട്ടും കൊണ്ട് 15 മിനിറ്റ് അവിടെ ഇരുന്ന് റിസൾട്ട് മേടിച്ചോണ്ടാണ് ഡോക്ടറെ കാണുന്നത്. ഡോക്ടർക്ക് അറിയില്ല അല്ലെങ്കിൽ ഒരാൾ ഇരിക്കുന്നത്. അപ്പൊ ഡോക്ടർ ചോദിക്കുന്നത് എവിടെയാണ് ഈ റിസൾട്ട് ഉണ്ട്. അപ്പൊ സത്യനേശ്വർ സാർ എഴുതി കൊടുത്തതാണ്. അതെന്നാ 18-ാം തീയതി 19-ാം തീയതി. അപ്പൊ നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ചെയ്തു. അതാണ് ഞങ്ങൾ ഇത്. അല്ലെങ്കിൽ ഇങ്ങനൊരു മീറ്റിംഗ് ഞങ്ങൾ വരില്ല. നമ്മുടെ കയ്യിൽ തെറ്റില്ല എന്ന് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ട് എങ്ങനെയെങ്കിലും ഇത് ഞങ്ങൾ തെറ്റ് കിട്ടില്ലെന്ന് സമൂഹം എന്ന് അറിയാൻ നിങ്ങളൊക്കെ വിചാരിച്ചേ പറ്റുള്ളൂ. ഞങ്ങൾ പറഞ്ഞാൽ ആരും വിശ്വസിക്കും. അതിനൊരു വലിയ മാനസിക സംഘർഷം. നമുക്ക് ഒരു ഫസ്റ്റ് എയ്ഡ് ചെയ്യാൻ പോലുള്ള മാനസികമായിട്ടുള്ള ബലം നഷ്ടപ്പെടുകയാണ്. ആരെങ്കിലും വന്ന് റോഡിൽ ഇരിക്കുമ്പോൾ പൊക്കോ എന്ന് പറയുന്നത് ഒരു ഡോക്ടറെ സംബന്ധിച്ചുള്ള ശരിയുള്ള കാര്യമല്ലല്ലോ. ഇതാണ് പറയാനുള്ളത്. അത് ദയവ് ചെയ്ത് നിങ്ങളെല്ലാം ഞങ്ങളുടെ എന്റെ പേര് ഡോക്ടർ ശിവകുമാരി, SIVA. അദ്ദേഹം ഡോക്ടർ സത്യനേശൻ. ഏറ്റത്തിരിക്കുന്ന ആൾ ഡോക്ടർ അച്ചു മനോഹർ. അദ്ദേഹം ഡോക്ടർ അരുൺ വാര്യർ. ഞാൻ ഗൈനക്കോളജിസ്റ്റ് ആണ്, പീഡിയാട്രീഷ്യൻ അല്ല. 45 വർഷമായിട്ട് ഗൈനക്കോളജി ഡ്യൂട്ടി വർക്ക് ചെയ്യുന്ന ആളാണ്. കുഞ്ഞുങ്ങളെയും കൂടെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ മെഡിക്കൽ സൂപ്രണ്ട് എന്നുള്ള പോസ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ വന്നത്. ആ വിശദീകരണമാണ് സാർ ഇത്. ഞങ്ങൾ പറഞ്ഞ ആരെങ്കിലും കേൾക്കുവോ? ഉണ്ടായി. സാർ ഞങ്ങൾ ഡോക്ടർമാരാണ്. ഞങ്ങൾക്ക് രാഷ്ട്രീയമായിട്ട് യാതൊരു ബന്ധവുമില്ല. വോട്ട് പോലും ചെയ്യാൻ പോത്ത ആളാണ് ഞാൻ. സാർ അത് നമ്മൾ പറയുന്നത് ശരിയാണ്. രാഷ്ട്രീയത്തിന് എപ്പോഴും ഉണ്ടാവും ഇന്നത്തെ ശത്രു നാളത്തെ മിത്രം. അവര് ഈ പറഞ്ഞ അടിപിടിയോ അക്രമമൊക്കെ ഉണ്ടാവും. അതൊക്കെ പിന്നിലുള്ള എന്തെങ്കിലും ഉണ്ടോ എന്നൊന്നും നമുക്കറിയാമോ. നമ്മളിപ്പോ ഈ 3-4 ദിവസമായിട്ട് ഞങ്ങളൊരു ലിംബോ എന്ന് പറയുന്ന സ്റ്റേജിലാണ്. ഞങ്ങൾ എല്ലാവരും വർക്ക് ചെയ്യാനുള്ള ഒരു മനസ്സിന്റെ ഒരു ഹെൽപ്പില്ലാതെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ നിൽക്കുകയാണ്. സത്യം പറഞ്ഞത് ഇങ്ങനെ ഒരു മീറ്റിംഗിൽ വരാൻ പോലും എനിക്ക് താല്പര്യമില്ല. ഞാൻ പോലും ആര് കേൾക്കാൻ. ഡോക്ടർമാരിപ്പോ പറയാൻ ഒരുപാട് സംഭവങ്ങൾ ഡോക്ടറുടെ കയ്യിലുള്ള അനിശ്ചിതാവസ്ഥ നടക്കുന്നുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പൊ അതിന്റെ ഇടയിൽ നമ്മുടെ കേസിൽ ഇതുപോലൊരു ഞങ്ങളുടെ നെഗ്ലിജൻസ് കൊണ്ടാണെന്ന് പറയത്തുള്ളൂ. എന്തിനാന്ന് പറഞ്ഞപ്പോ
പക്ഷെ നമ്മുടെ മുതലാളിയെ പറയുന്നത് നമ്മുടെ കയ്യിൽ തെറ്റ് ഇല്ല എന്ന് ബോധ്യമുള്ളപ്പോൾ അതൊന്നും അറിയിക്കാം. മറ്റുള്ളവർ പറയുന്നോ ഇല്ലയോ എന്നുള്ളതല്ല, നമുക്കത് ക്ലാരിഫൈ ചെയ്യണ്ടേ. രാഷ്ട്രീയത്തെ പറ്റിയൊന്നും എനിക്ക് ഒരു പിടിയില്ല. ഞാൻ രാഷ്ട്രീയക്കാരന്റെ ആശുപത്രിയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിലും ആ വക സംസാരങ്ങളൊന്നും നമുക്ക് തമ്മിൽ ശമ്പളം കിട്ടുന്നോ നോക്കും, വീട്ടിൽ പോകും, രോഗികളെ നോക്കും. ഇതിനെക്കുറിച്ചൊന്നും നമുക്ക് ഇൻവോൾവ്മെന്റ് ഇല്ല. ഹോസ്പിറ്റലിൽ നിന്ന് മെഡിസിറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവിടെ എത്തുന്നതിന് കുഞ്ഞിന് ഇല്ല. അങ്ങനെയാണെങ്കിൽ കുഞ്ഞിന് എക്സ്റേ എടുക്കാനോ പൾസ് AVG എടുക്കാനോ ഓക്സിജനേഷൻ നോക്കാം. അവിടെ റിസൾട്ടുകളുണ്ട്. നമുക്ക് 7,000 രൂപ 9,000 രൂപ ബില്ലും ഞങ്ങൾ അടച്ചു ഇൻവെസ്റ്റിഗേഷൻ. ചത്ത ഒരു കുഞ്ഞിന് എക്സ്റേ എടുക്കുകയും AVG എടുക്കുകയും ബ്ലഡ് നോക്കാം. ഞാൻ ചോദിക്കട്ടെ സാറേ, നമ്മൾ ആരായാലും സെൽഫ് പ്രൊട്ടക്ഷൻ ഞങ്ങൾ എന്തായാലും ഇൻവോൾവ് ആയി. ഞാനൊന്നും പറയുന്നില്ല, നമുക്ക് എങ്ങനെ പരദൂഷണം പറയട്ടെ. ഞാൻ ഒരു ഹോസ്പിറ്റലിന്റെ പേര് പോലും ഞാൻ പറയാത്തത് അതുകൊണ്ടാണ്. അവര് പറയുന്നത് തെറ്റാണ്. ആണെങ്കിൽ സാധാരണ പ്രോഡക്റ്റിന് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യോ? എടുത്താൽ മാത്രം മതി നമുക്ക് കൺഫേം ചെയ്യാൻ. ബാക്കി അവർ ചെയ്തിട്ടുള്ള 80,000 ടെസ്റ്റ് അത് AVG പൾസ് നോക്കിയിട്ടാണ് AVG എടുത്തത്. പൾസ് AVG എടുത്തിട്ടുണ്ട്, ചെസ്റ്റ് എക്സ്റേ എടുത്തിട്ടുണ്ട്, ക്യാഷ് കുഞ്ഞ് ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ആരോഗ്യമായിട്ട് എത്തിയത് നമ്മൾ പറയുന്നില്ല. പൾസ് ഉണ്ട്, ആ പൾസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ ട്യൂബ് ഇട്ടതും ഇന്റർനെറ്റിൽ കൊടുക്കുന്നത്. അപ്പൊ ചിലപ്പോൾ ഇങ്ങനത്തെ സ്റ്റേജിലും വെന്റിലേറ്ററിൽ കണക്ട് ചെയ്ത് കുറച്ചു നേരം വെച്ചിട്ട് കുഞ്ഞ് പിന്നെ എക്മോ എന്നൊക്കെ പറഞ്ഞ സംഗതികളുണ്ട്. ചിലപ്പോൾ രക്ഷപ്പെട്ടേക്കാം. നമ്മളിത് മരിക്കുന്നതുവരെ ജീവിപ്പിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ഇതാണ്. അവിടെ ചെന്നപ്പോൾ ജീവൻ ഉണ്ടായിരുന്നു. ഇല്ലെങ്കിൽ അവർ അപ്പോഴത്തെ ബ്രോഡ് പറയുന്നത് തന്നെയാണ്. ചെയ്യാനുള്ള എല്ലാം ചെയ്തു. 15-25 മിനിറ്റോളം അവർ ചെയ്യാനുള്ള എല്ലാം ചെയ്തു. പക്ഷെ ബ്രോഡ് ഡെഡ് അല്ല. ഈ പറഞ്ഞ അവിടുത്തെ 9,000 രൂപ ബില്ല് നമ്മുടെ ആശുപത്രിയുടെ ഉടമസ്ഥനാണ് കൊടുത്തത്. അവര് നമുക്ക് മെസ്സേജ് അയച്ചു പൈസ. അതിന്റെ ബില്ലൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷെ ഒന്നും കാണിക്കേണ്ട കാര്യമില്ലല്ലോ. മൊബൈലിലുണ്ട് ചോദിക്കാൻ.